വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂരാണ്. ഞാൻ ഇതിൻ്റെ മുന്നിട്ട ഷോർട്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതെൻ്റെ കസിനാണ് കേട്ടോ, എൻ്റെ സ്വന്തം സിസ്റ്റർ പോലെയാണ്. നമ്മൾ പൊന്നേഴ്സ് എന്ന് വിളിക്കുക. ഷിഫാന ജാസ്മിൻ. ഞാൻ അവളെ ഇൻസ്റ്റഗ്രാം ഐ ഡി എന്തായാലും നമ്മളെ കമൻ്റ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂരാണ് കേട്ടോ. പറയടി. ഞാൻ ഇവിടെ തന്നെയല്ല, ഞാൻ ഇവളിവിടെ തന്നെയാണ് നമ്മളാണ് കണ്ടുവരുന്നത്. നമ്മൾ തൃശ്ശൂര് മരുന്നരപ്പള്ളി കഴിഞ്ഞിട്ട് വേലിപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഈ മോള റിസർച്ച് സെന്റർ ഇല്ലേ, ബാംബു റിസർച്ച് സെന്ററിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടൊന്ന് വൈബടിച്ചിട്ട് നമ്മളെ സ്വന്തം ശ്രീ ചേച്ചിനെ കാണാൻ വേണ്ടി, ശ്രീ ചേച്ചി ആരാന്നറിയില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും, ബി ഹാപ്പി വിത്ത് ശ്രീയിലെ ശ്രീ ചേച്ചിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോകാൻ നിൽക്കുക. അവിടെ അടുത്ത് തന്നെ കേട്ടാ. നമ്മളെപ്പോഴും വിചാരിക്കും വരുമ്പോൾ പോണെന്ന്. അപ്പം ഇപ്രാവശ്യം ഇവളും റെയ്യും ഞാൻ ഈ കൈയും കുലിസൊക്കെ ആയിട്ട് കാണാൻ പറ്റുമെന്നും അറിയില്ല. കാണാൻ പറ്റുമെന്ന് അറിയില്ല, പിന്നെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മൾ ചോദിച്ചിട്ട് വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് ആ ഒരു സംഭവം തന്നെ മാത്രം വീഡിയോ എടുക്കുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് അവിടെ പോയി നോക്കാം. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴായിട്ട് നമുക്ക് മനസ്സിലായത് വിസിറ്റിംഗ് ടൈം 5:30 വരെ ഉള്ളൂ. 10 മണി മുതൽ വൈകിട്ട് 5:30 വരെയാണ്. ഇവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടനുണ്ടായിരുന്നു, പുള്ളിയാണ് കേട്ടോ നമ്മളോട് വന്നിട്ട് പറഞ്ഞ്. അങ്ങനെ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ ചോദിച്ചു. അങ്ങനെ നമ്മൾ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ട് അവിടുന്ന് ഫോട്ടോ എടുക്കുമ്പോൾ. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിൻ്റെ ഫ്രണ്ട് ഭാഗം മാത്രം കുറച്ച് ഇങ്ങനെ മുള കൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു കൂടാരം പോലെ. അപ്പോൾ അതൊക്കെ കയറി കണ്ടു. അതും നല്ല രസമുണ്ടായിരുന്നു. ഒരു പാർട്ടി ഏരിയ സെറ്റ് ചെയ്തതാണെന്ന് തോന്നുന്നുണ്ട്. ഒരു ചെറിയ സ്റ്റേജ്, പിന്നെ വാഷിംഗ് ഏരിയ, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആരാന്ന് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും. ഇതെൻ്റെ കസിനാണ്. കസിൻ എന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം അനിയത്തിനെ പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവളുണ്ടായിരുന്നു. അവളുടെ പേര് ഷിഫാന ജാസ്മിൻ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. പിന്നെ അവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ നമ്മൾ പോയത് ശ്രീ ചേച്ചിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കള്ളായിലാണ് കേട്ടോ, തൃശ്ശൂർ കള്ളായിലാണ്. കുറച്ച് നമ്മൾ വഴി അറിയാണ്ട് കുറച്ചൊന്ന് ബുദ്ധിമുട്ടെങ്കിലും ലാസ്റ്റ് കണ്ടുപിടിച്ചു. ഈ വീഡിയോയിൽ കാണുന്ന ബാക്ക്ഗ്രൗണ്ടും ചേച്ചിയുടെ വീടൊക്കെ കണ്ടപ്പോൾ ഭയങ്കര മനസ്സിന് സന്തോഷമായിട്ടാണ്. ഇങ്ങനെ നമ്മൾ ആഗ്രഹിച്ച് വെച്ച കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അതിലൊന്നാണ് ശ്രീ ചേച്ചിനെ കാണാൻ പോകാന്നുള്ളത്. ഞാൻ വന്ന എൻ്റെ അമ്മേനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നമ്മൾ വീഡിയോയിലൊന്നും എടുത്തില്ല കേട്ടോ. ഇതും അങ്ങനെ ചേച്ചിനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ചേച്ചി ഭയങ്കര ടയേർഡായിരുന്നു, എന്തോ ഡാൻസ് ക്ലാസ്സിന് പോയി വന്നിട്ട്. ചേച്ചി വീഡിയോയിൽ കാണിക്കുന്നതൊക്കെ നമ്മൾ പോയിട്ട് കാണുമ്പോൾ എന്തോ ഒരു സന്തോഷമായിരുന്നു. ഈ സ്വിമ്മിങ് പൂളും അതിൻ്റെ ബാക്കിലെ കാടും ചേച്ചി പറയുന്ന പോലെ തന്നെ ഭയങ്കര രസമാട്ടോ കാണാൻ. അവിടെ പോയി കഴിഞ്ഞാൽ തിരിച്ച് വരാൻ തോന്നില്ല. പിന്നെ നമ്മൾ മണീനെ കണ്ടു, മണിയുടെ മോനെ കണ്ടു. മണിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. അത് നമ്മൾ കണ്ട് അതേ കണ്ടില്ലേ, ആ ബാക്കിലെ കാട് നോക്കിയാൽ നിങ്ങൾ എന്ത് രസമല്ലേ കാണാൻ. പിന്നെ നമ്മൾ പോയത് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. എൻ്റെ വീട്, എൻ്റെ തൃശ്ശൂരുള്ള വീട് ഇതാണ്. ഇത് ഹാരിസൺ മലയാളത്തിൻ്റെ പാടിയാണ് കേട്ടോ, അവിടെ അങ്ങനെ പറയാം, ക്വാർട്ടേഴ്സ് പോലെ. ഇപ്പം ഈ അറ്റത്ത് കാണുന്നതാണ് എൻ്റെ. ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ ഉമ്മച്ചീനെ ലാസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങോട്ട് കേട്ടോ. ഇവിടെ ഇപ്പം ആരും താമസിക്കുന്നൊന്നുമില്ല, നമ്മൾ പൂട്ടിയിട്ടിട്ടുള്ളത്. അപ്പോൾ താക്കോല് ഈ സ്വിച്ച് ബോർഡിൻ്റെ മുകളിലാണ് നമ്മൾ സ്ഥിരം വെക്കാറ്. അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ താക്കോൽ അവിടെ കാണാനില്ല. ഞാൻ അനിയനെ, എൻ്റെ ബ്രദറിനെ വിളിച്ചു നോക്കി, അവനാണെങ്കിൽ ഫോൺ കൊടുക്കണ്ടായില്ല. അയ്യോ, ഇത്ര ദൂരം വന്നിട്ട് കയറാനും പറ്റൂല എന്ന് എനിക്ക് ഭയങ്കര വിഷമമായിട്ടാണ്. പിന്നെ അത് അവിടെ നിന്ന് നോക്കുമ്പോൾ സുൽമോത്ത് താക്കോലും കൊണ്ട് വരുന്നത്. അങ്ങനെ സുൽമോത്ത് താക്കോലും കൊണ്ട് തുറന്ന് നമ്മൾ ഉള്ളിൽ കയറിയിട്ടോ. ഇവിടെ സുൽമാത്ത സുബേദാത്തൊക്കെ എൻ്റെ അയൽവാസികളായിരുന്നു. 2 കൊല്ലത്തിന് ശേഷമാണ് ഞാൻ അവരൊക്കെ കാണുന്നത്. അപ്പോൾ ഈ റെഡ് പെയിൻ്റ് അടിച്ചതാണ് എൻ്റെ റൂം. ഈ കട്ടിലാണ് ഞങ്ങൾ കിടന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ അപ്പുറത്തായിരുന്നു ഉമ്മച്ചിയുടെ റൂം. ഞാൻ അങ്ങനെ കണ്ണൂരിൽ നിന്ന് തൃശ്ശൂർക്കൊക്കെ വരുമ്പോൾ എവിടെ എത്തി വെച്ചിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ എനിക്ക് ദേഷ്യം വരും, ഉമ്മച്ചി ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത്. പക്ഷെ ഇപ്പം അങ്ങനെ വിളിക്കാനൊരു ഇല്ലാത്തതിൻ്റെ വിഷമം ഞാനിപ്പോഴാണ് അറിയുന്നത്. പിന്നെ ഇതായിരുന്നു ഞങ്ങൾ അടുക്കള. അവിടെയൊക്കെ ഫുള്ള് മാറാലൊക്കെ പിടിച്ച് പാത്രങ്ങളൊക്കെ പൊടിയായി അങ്ങനെയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി. എൻ്റെ ഉമ്മച്ചി പണിക്ക് പോയി കഷ്ടപ്പെട്ട് വാങ്ങിയതാണ് ഇതിൽ ഓരോരോ സാധനങ്ങളും. അപ്പോൾ ഈ അലമാരയിലാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ആ മിനിയോൺസൊക്കെ റെയ്നൂസിന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു. ഈ സാധനങ്ങളൊക്കെ എൻ്റെയാണ് കേട്ടോ. ആ ബഡ്സ്, ആ പാത്രത്തിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങൾ. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്.
അങ്ങനെ ഞാൻ അൽമാറ തുറന്ന് ഇതിൽ റെയിനൂസിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുൽസുക്ക് യൂസ് ചെയ്യാമല്ലോ, വെറുതെ വെച്ചിട്ട് കളയണ്ടല്ലോ. നമ്മൾ കാറിലല്ലേ പോയത്, അപ്പോൾ കുറച്ച് സാധനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. ഇൻഷാല്ല നമ്മൾ പോയിട്ട് എല്ലാം കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഈ കാണുന്നതൊക്കെ ഉമ്മച്ചിയുടെ ഡ്രസ്സാണ് കേട്ടോ. ഈ സാരികൾ ഫുൾ ഉമ്മച്ചി കുറേ സാരി ഉണ്ടായിരുന്നു. ഈ സാരികൾ ഫുൾ ഉമ്മച്ചിയുടെയാണ്. അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന ആ ഷെൽഫിലുള്ളതൊക്കെ എൻ്റെ ഫാൻസി ഐറ്റംസ് ആട്ടോ. എൻ്റെ മാല, വള, കമ്മൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാനെല്ലാം സൂക്ഷിച്ച് എടുത്ത് വെക്കും. ഈ നെറ്റിച്ചുട്ടി എൻ്റെ കല്യാണത്തിൻ്റെ തലേന്ന് ഞാൻ വെച്ചതായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ എടുത്ത് നോക്കി. അതൊന്നും പിന്നെ അവിടെ വെച്ചില്ല, ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. കുൽസ് വലുതാവല്ല, അപ്പോൾ കുൽസൊക്കെ ഇടാലോ എന്ന് വെച്ചിട്ട് പിന്നെ അവിടെ വെച്ചിട്ട് ഇതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ. ഈ വാച്ച് എനിക്ക് ഉപ്പച്ചി ഗൾഫിൽ നിന്ന് കല്യാണത്തിൻ്റെ സമയത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സെയിം ഇക്കാക്കാക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇതുവരെ ഇട്ടിട്ടുണ്ടായില്ല. ഇതൊക്കെ എനിക്ക് ഇക്കാക്ക കല്യാണത്തിന് മുന്നേ വരുമ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നിരുന്ന ഈ സാധനങ്ങളാട്ടെ, ഇങ്ങനത്തെ ഈ ഡോളും പിന്നെ പ്രാവും അങ്ങനത്തെ ഒക്കെ. ഈ ഫാൻസി ഐറ്റംസ് കുറേ ഉണ്ടായിരുന്നു. ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിന് പോയ സമയത്ത് ഉണ്ടാക്കി പഠിച്ചതും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കെന്താ പറയണ്ടേന്ന് അറിയണില്ല, അതാട്ടെ ഇങ്ങനെ. പിന്നെ നമ്മളവിടെ കുറച്ച് നേരം നിന്നിട്ട് പിന്നെ നമ്മൾ അയൽവാസിൻ്റെ വീട്ടിൽ പോയി. ഇതാണ് കേട്ടോ അംസാക്ക. ഞാൻ ചെറുപ്പത്തിൽ അയക്കുന്ന സമയത്ത് ഈ പെൺകുട്ടികളെ അംസാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ലോണം നോക്കിയിട്ടുണ്ട്. അവിടെ എല്ലാവരും എന്നെ നല്ലോണം, കുഞ്ഞു കുട്ടിയായിരുന്ന സമയത്ത് നല്ലോണം നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പാമ്പിനെ പിടിക്കുന്ന എന്തോ കൊക്കയാണ് അംസാക്ക ഫോറസ്റ്റിലാട്ട പണി. അങ്ങനെ നമ്മൾ അവിടെ എല്ലാവരോടും പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി. ഇത് അബുവാക്കാൻ്റെ പെട്ടിക്കട. ഈ ചിമ്മിനി പാലപ്പിള്ളി ഭാഗത്തൊക്കെ പോയ എല്ലാവരും ഇത് കട കണ്ടിട്ടുണ്ടാവും. അവിടെ ഷെരീപ്പാക്കി ഉണ്ടായത് അബുവാക്കാൻ്റെ മോന്. ഉമ്മച്ചിൻ്റെ കൂടെ പണിക്ക് പോയിരുന്ന കേട്ടോ ഇവരെല്ലാവരും. ലൈലാത്ത, അലീമാത്ത, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. ഷെരീപ്പാക്ക, അങ്ങനെ ബിജു ഏട്ടൻ, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അങ്ങനെ അവരോട് പറ്റിയിട്ടൊക്കെ ചോദിച്ചു. എനിക്കതൊക്കെ ചോദിച്ചപ്പോൾ ഉമ്മച്ചിയുടെ കാര്യമൊക്കെ ഓർമ്മ വന്ന് ഭയങ്കര വിഷമമായിട്ട്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് മിഠായിയൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചു പോന്നു. അപ്പം ഞാൻ എന്താണെന്നുള്ള ഒരു ഫുൾ വീഡിയോ എന്തായാലും ഇടുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് അപ്പോൾ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര വിഷമം. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.